മഴത്തേന് മുൻപിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ ഭവിതയാണെങ്കിൽ ചോദിക്കണം, അച്ഛൻ എപ്പോഴാണ് വന്നത്? അച്ഛൻ വന്നത് ഞാൻ കണ്ടില്ലല്ലോ, ഞാൻ ഇന്നലെ വന്നായിരുന്നു, നീ എപ്പം വന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പം ഞാനിവിടെ ഉണ്ടായിരുന്നല്ലോ, അച്ഛൻ ഇന്നലെ ഇവിടെ ഇല്ലായിരുന്നു, ഉറപ്പാണ് എന്ന് പറയാണ്. അപ്പം ബാലേന്ദ്രൻ പറയാണ്, ഞാൻ ഇന്നലെയാണോ വന്നേ, ഇന്നാണോ വന്നതെന്ന് പോലും നിനക്കറിയത്തില്ല, ഞാൻ വന്നിട്ട് മണിക്കൂറുകളായി, നീ എന്താ അറിയാതെ പോയതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഭവിത പറയാണ്, അച്ഛൻ ഞാൻ മുറി കിടന്ന് ഉറങ്ങിപ്പോയി. അപ്പം നീ അറിഞ്ഞോ, നിൻ്റെ ചേട്ടൻ രോഹിത് ഇപ്പം പുതിയ വീട്ടിലേക്ക് താമസം മാറിയിട്ടുണ്ട്, അവിടെ നല്ല ആഹാരവും നല്ല ഫുഡും ഒക്കെ ആയിട്ടാണ് കഴിയുന്നത്. ഇനി ആരൊക്കെ പുതിയ ജീവിതം തിരഞ്ഞെടുക്കുന്നു, ഇനി ആർക്കൊക്കെ അച്ഛനും അമ്മയ്ക്കും ആ സൽപ്പേരുണ്ടാക്കി തരുന്നതെന്ന് ദൈവത്തിനറിയാം എന്ന് ബാലേന്ദ്രൻ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് ബബിതി ഒന്ന് വല്ലാതാവുന്നുണ്ട്. പിന്നെ നിൻ്റെ അമ്മ ഒരാൾ ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ടല്ലോ, ആ അമ്മയെ കാണാനോ അമ്മയെ വിളിക്കാനോ നീ പോവാറില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇതൊന്നും ചെയ്യാതെ നിനക്ക് എന്താ ഇത്രയും വലിയ ബിസി എന്ന് ചോദിക്കുകയാണ്. ഇപ്പം കോളേജിലും പോകുന്നില്ല, വീട്ടിൽ ഇരുന്നാലും നിനക്ക് സമയമില്ലേ എന്ന് ചോദിക്കുകയാണ്. സ്വന്തം അമ്മയെ വിളിക്കാൻ പോലും നിനക്ക് സമയമില്ലേ എന്ന് ചോദിക്കുകയാണ്. അമ്മയെ ഞാൻ ഇന്നലെ വിളിച്ചായിരുന്നു, നീ അങ്ങോട്ട് വിളിച്ചായിരുന്നു എന്ന് ബാലേന്ദ്രൻ ചോദിക്കണം. അല്ല, അമ്മ എന്നെ ഇങ്ങോട്ട് വിളിച്ചായിരുന്നു എന്ന് പറയാണ്. അതാ ഞാൻ ചോദിച്ചത്, നിനക്ക് അങ്ങോട്ടൊന്ന് വിളിക്കാനോ ഒന്നിനും സമയമില്ല, ഞാൻ ഹോസ്പിറ്റലിൽ കിടന്ന്, നീയാണെങ്കിൽ എന്തായാലും എൻ്റെ കാര്യം അന്വേഷിച്ച് കാണത്തില്ലെന്ന് എനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. പിന്നെ നിൻ്റെ ചേട്ടൻ രോഹിത് ജയിലിലായ കാര്യം നീ അറിഞ്ഞായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. ഇപ്പം ബാലേന്ദ്രൻ പറയണ, അമ്മയാണെങ്കിൽ മക്കളെ നന്നായിട്ട് വളർത്തിയിട്ടുണ്ട്, അമ്മയുടെ ശിക്ഷണത്തിലാണ് വളർന്നത്, അതുകൊണ്ട് എന്താ മക്കളെല്ലാം നല്ല നിലയിലെത്തിയിട്ടുണ്ടെന്ന് പറയണം. അപ്പം ബബിത പറയാണ്, ഈ നിൽക്കുന്ന അലീന ഈ വീട്ടിൽ വരുന്നതിന് മുമ്പ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ അച്ഛാ എന്ന് ചോദിക്കുകയാണ്. നമ്മൾ അതിന് മുമ്പ് സന്തോഷത്തോടല്ലേ കഴിഞ്ഞിരുന്നത്, ഇവളെന്ന് ഈ വീട്ടിൽ വന്നോ അന്ന് തൊട്ടാണ് പ്രശ്നം തുടങ്ങിയെന്ന് പറയാണ്. ബാലേന്ദ്രൻ ചോദിക്കുകയാണ്, നിന്നോട് ഇത് ആര് പറഞ്ഞു? ആര് പറയാനാ, എനിക്കറിയാം, മാത്രമല്ല അമ്മയും പറയുന്നുണ്ട്, ഇവൾ വന്നതിന് ശേഷമാണ് ഈ വീട് ഇങ്ങനെ ആയെന്ന് പറയുകയാണ്. അപ്പം ബാലേന്ദ്രൻ പറയുകയാണ്, ഓ, അലീന കാരണമായിരിക്കും ഇപ്പം നിൻ്റെ ചേട്ടൻ രോഹിത് ജയിലിലായത്, അവളായിരിക്കും ഇതിനെല്ലാം ഒത്താശ ചെയ്ത് കൊടുത്ത് എന്ന് ബാലേന്ദ്രൻ ചോദിക്കുകയാണ്. അന്നേരം ബബിജി ഒന്നും മിണ്ടുന്നില്ല. എന്തായാലും ഇവള് വന്നതിന് ശേഷമാണ് ഈ വീട്ടിൽ ഇത്ര പ്രശ്നമെന്നും പറഞ്ഞുകൊണ്ട് ബബിതി അങ്ങ് കയറിപ്പോവുകയാണ്. അപ്പോഴത്തേക്ക് ബാലേന്ദ്രൻ്റെ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. എന്നാലും ബാലേന്ദ്രൻ ഒന്നും മിണ്ടാതെ തന്നെ കടിച്ചമർത്തിയിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് അലീന അങ്ങോട്ട് വരുന്നുണ്ട്. അലീന വന്നിട്ട് ചോദിക്കുകയാണ്, അച്ഛൻ എന്തിന് ഈ ആവശ്യമില്ലാത്ത കാര്യത്തിൽ സംസാരിക്കാൻ പോകുന്ന ബബിതിയുടെ അടുത്ത്? അച്ഛനറിയാലോ ബബിതിയുടെ സ്വഭാവം, ഇപ്പോഴും ബബിതിക്ക് എന്നോട് നല്ല ദേഷ്യമാണ്, അതുകൊണ്ട് എന്നെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും, അച്ഛൻ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട, എന്നെ എന്ത് പറയുന്നത് എനിക്കൊരു പ്രശ്നമല്ല എന്ന് പറയാണ്. അപ്പോഴത്തേക്ക് ബാലേന്ദ്രൻ ഇങ്ങനെ സങ്കടത്തോടെ പറയാണ്, വൈജ പറയുന്നത് ശരിയാണ്, നീ എന്ന് ഈ വീട്ടിൽ വന്നു അന്ന് തുടങ്ങി ഈ വീട്ടിലെ പ്രശ്നമെന്ന് പറയാണ്. അപ്പോഴത്തേക്ക് അലീന ഒന്ന് ഞെട്ടുന്നുണ്ട്. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അലീന ഇങ്ങനെ സങ്കടത്തോടെ കുനിഞ്ഞിരിക്കുകയാണ്. അതിനു മുമ്പ് അവൾ എന്ത് പറഞ്ഞാലും ഓച്ചാനിച്ച് നിൽക്കുന്ന ബാലേന്ദ്രനെ അവൾ കണ്ടിട്ടുള്ളൂ. അലീന വന്നതിന് ശേഷം മാറി തുടങ്ങി ബാലേന്ദ്രൻ പ്രതികരിക്കാൻ തുടങ്ങി. അപ്പം അതിനു മുമ്പ് അലീന വരുന്നതിന് മുമ്പ് ഈ വീട്ടിൽ ഒരു പ്രശ്നവും ഇല്ല, സ്വർഗമായിരുന്നു ഈ വീട്, മാത്രമല്ല മക്കൾക്കും ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. അലീന വന്നതിന് ശേഷമാണ് മക്കളും ചീത്തയായെന്ന് അവൾ പറയുന്നത് എന്ന് ബാലേന്ദ്രൻ പറയുകയാണ്. അപ്പം അലീനയാണെങ്കിൽ പറയാണ്, ആവശ്യമില്ലാത്ത ഒരു കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല അച്ഛാ, എന്നെക്കുറിച്ച് എന്ത് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമല്ല, മാഡത്തിൻ്റെ സ്വഭാവം എനിക്കറിയാമല്ലോ. അന്നേരം ബാലേന്ദ്രൻ പറയാണ്, ഒരു മോൻ ജയിലിലാണ്, സുഖമില്ലാതെ കാലും കൈ ഒടിഞ്ഞ് അവൾ ഹോസ്പിറ്റലാണ്, ഭർത്താവാണെങ്കിൽ അറ്റാക്ക് വന്ന് അപ്പുറത്ത് കിടപ്പുണ്ടായിരുന്നു. അപ്പോഴും അവളുടെ പറച്ചിൽ അലീന കാരണമാണ് ഈ വീട് നശിച്ചത്, അലീന എന്ന് വന്നോ അന്നതിന് ശേഷമാണ് ഈ വീട് നശിച്ചതെന്നാണ്, ഇത്രയും ദുഷിച്ച മനസ്സുള്ള ഒരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല എന്ന് ബാലേന്ദ്രൻ പറയുകയാണ്. പിന്നെ ഈ അഹങ്കാരം പറച്ചിലൊക്കെ എന്ന് തീരും എന്ന് പറയുകയാണ്. അപ്പം അലീന പറയാമെന്ന്, നമ്മളെടുക്കുന്ന ശ്വാസം 2 മിനിറ്റത്തേക്ക് നിന്ന് കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ, എല്ലാവരുടെയും അഹങ്കാരവും ഈ പൊങ്ങച്ച പറച്ചിലും, അതോടെ നമ്മളെ ഈ കാണുന്ന ശരീരം വെറും മാംസമുണ്ടായി പുഴു അരിക്കാൻ തുടങ്ങും എന്ന് പറയാണ്. ഇതൊന്നും ആരും ഓർക്കത്തില്ല, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞ് ജയിക്കാൻ നോക്കത്തേ ഉള്ളൂ എന്ന് ബാലേന്ദ്രൻ്റെ അടുത്ത് അലീന പറയുകയാണ്. പിന്നെ എന്നെ പറയുന്നതിൽ എനിക്കൊരു സങ്കടവും ഇല്ല എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്ക് ബാലേന്ദ്രനാണെങ്കിൽ ഭയങ്കരമായിട്ട് സങ്കടത്തോടെ നിൽക്കുകയാണ്. ഇനി അച്ഛനും അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ ഞാൻ കാരണമാണ് ഈ വീട്ടിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നതെന്നും, ഞാൻ വരുന്നതിന് മുമ്പ് ഈ വീട്ടിൽ സമാധാനമുണ്ട്, ഞാൻ കാരണമാണ് ഇപ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നതെന്ന് അച്ഛനും ഒരു തോന്നലുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ആ നിമിഷം ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകും എന്ന് പറയാണ്. എനിക്കെപ്പോഴും അച്ഛൻ്റെയും അതേപോലെ മാഡത്തിൻ്റെയും മക്കളുടെയും സമാധാനമാണ് എനിക്ക് ആവശ്യം, അതുകൊണ്ട് അച്ഛൻ എപ്പം പറയുന്നു ആ നിമിഷം ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുമെന്നും പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ്റെ അടുത്ത് നിന്ന് അലീന പോവുകയാണ്. അതും കൂടെ ആയപ്പോഴത്തേക്ക് ബാലേന്ദ്രൻ്റെ ഭയങ്കര വിഷമത്തോടെ സങ്കടത്തോടെ നിൽക്കുകയാണ്. അതിനുശേഷം ഹോസ്പിറ്റലിൽ കിടക്കുന്ന വൈജിക്കൊരു സമാധാനമില്ല. ബാലേന്ദ്രൻ വീട്ടിലേക്ക് പോയല്ലോ, അവിടുത്തെ കാര്യങ്ങളൊന്നും അറിയാതെ ഒരു സമാധാനമില്ല. അങ്ങനെ ഫോൺ എടുത്തിട്ട് കൃഷ്ണയെ വിളിക്കുകയാണ്, അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയണമല്ലോ. അങ്ങനെ കൃഷ്ണയെ വിളിക്കുമ്പോൾ കൃഷ്ണ എടുക്കുന്നുണ്ട്.
എന്താ അമ്മയെന്ന് ചോദിക്കണം. അപ്പം വൈജോടനെ ചോദിക്കണം, എന്താ എനിക്ക് നിന്നെ വിളിച്ചൂടെ, നീ എന്താ ഞാൻ വിളിച്ചതിന് വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പം കൃഷ്ണമോള് പറയാണ്, അമ്മ വിളിച്ചതിന് ഒരു കുഴപ്പമില്ല, പിന്നെ അമ്മ എപ്പോഴും വിളിക്കുന്നത് ഒന്നീ അച്ഛൻ്റെ കുറ്റം പറയാനോ അല്ലെങ്കിൽ അലീന ചേച്ചിയുടെ കുറ്റം പറയാനോ വിളിക്കുന്നത്, അല്ലാതെ ഒരു കാര്യത്തിനും വിളിക്കത്തില്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ചോദിച്ചതാണ്. അവരെക്കുറിച്ച് നല്ലത് പറയാനൊന്നുമില്ലല്ലോ എന്ന് വൈജ പറയാണ്. നിൻ്റെ അച്ഛൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വന്നിട്ടുണ്ടെന്നറിഞ്ഞ് അച്ഛൻ വന്നെന്ന് പറയാണ്. അപ്പം വൈജ പറയാണ്, ഭവിത വിളിച്ചപ്പം പറഞ്ഞായിരുന്നു അവിടെ ഇപ്പം അലീനയുടെ ഭരണമാണെന്ന്, അലീനയുടെ ഭരണമാണ് അവിടെ നടക്കുന്നത്, കൂടെ നീയും ഉണ്ടെന്നാണ് അറിഞ്ഞതെന്ന്. അപ്പോൾ കൃഷ്ണ പറയാണ്, ഭവിത ചേച്ചി അതൊക്കെ പറഞ്ഞു തന്നോ, പിന്നെന്തിനാ അമ്മ എന്നെ വിളിച്ച് ചോദിക്കുന്നത് എന്ന് പറയാണ്. എന്നിട്ട് വീണ്ടും കൃഷ്ണ ചോദിക്കുകയാണ്, അമ്മ ഒരു കാര്യം ചെയ്യും, ഡിസ്ചാർജ് ചെയ്ത് വാങ്ങിച്ച് ഇങ്ങോട്ട് വാ, നേരെ കൊടപ്പാട്ടൂരിലേക്ക് വരാൻ പറയുകയാണ്. അപ്പോൾ ഉടനെ വൈജ പറയാണ്, എൻ്റെ പട്ടി അങ്ങോട്ട് വരും, അലീന അവിടുന്ന് പോകണം, അല്ലാതെ ഞാൻ അങ്ങോട്ട് വരത്തില്ല എന്ന് പറയാണ്. അപ്പോൾ ഉടനെ കൃഷ്ണമോള് പറയാണ്, അമ്മയ്ക്ക് എപ്പോഴും ഈ അലീന ചേച്ചിയുടെ കുറ്റം പറയാനല്ലാതെ വേറെ ഒരു കാര്യം പറയാനില്ലേ, അമ്മ അതൊന്നും ഓർക്കണ്ട, അമ്മ നേരെ ഇങ്ങോട്ട് വരാൻ പറയാണ്. ഞാൻ പറഞ്ഞില്ലേ അങ്ങോട്ട് വരത്തില്ലെന്ന്, ഒന്നീ അവൾ അവിടുന്ന് പോകണം, അല്ലെങ്കിൽ അവൾ മരിച്ചെന്നറിയണം, എന്നാൽ മാത്രമേ ഞാൻ അങ്ങോട്ട് വരത്തുള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് കൃഷ്ണമോളങ്ങ് വിഷമാവുകയാണ്. അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത്, അമ്മ ഇത്രയും ദുഷ്ടയാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പം വൈജ പറയാണ്, അവളുടെ കാര്യം വരുമ്പോൾ ഞാൻ ഇതല്ല ഇതിനപ്പുറം ദുഷ്ടയാവുമെന്ന് പറയുകയാണ്. അപ്പോൾ കൃഷ്ണ പറയാണ്, പിന്നെ അമ്മ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വിളിച്ചത്, ഇതൊക്കെ പറയാനാണോ എന്നെ വിളിച്ചതെന്ന് ചോദിക്കുകയാണ്. അല്ല, അവിടുത്തെ കാര്യം ചോദിക്കാനാണ് വിളിച്ചത്, ഇനി എനിക്കൊന്നും അറിയണ്ട എന്നും പറഞ്ഞുകൊണ്ട് വൈജ ദേഷിച്ച് ഫോൺ വെക്കുകയാണ്. അപ്പോൾ കൃഷ്ണമോളാണെങ്കിൽ ഫോൺ വെച്ചതിന് ശേഷം ഇങ്ങനെ ഇന്ന് ആലോചിക്കുകയാണ്. വൈജയുടെ സ്വഭാവവും വൈജയുടെ സംസാരമൊക്കെ ഇങ്ങനെ ആലോചിച്ച് വിഷമിച്ച് നിൽക്കുകയാണ് കൃഷ്ണമോള്.